അമ്മേ അമ്മേ ആരാ നമ്മളെ വെള്ളാഞ്ചേരി അമ്പലത്തിലെ നമ്പൂതിരി ഇപ്പൊ ഇവിടെ ഇല്ലേ? ആ മോളെ, മക്കളൊക്കെ പുറത്തല്ലേ, അവരെടുത്തായിരിക്കും. എന്താ അറിയോ, ഞാൻ എല്ലാ മാസവും വരുമ്പോ അദ്ദേഹം ഇരുന്ന് ചന്ദനത്തിരി മേടിക്കും. ഇത് സാധാരണ ചന്ദനത്തിരി അല്ല, ഇത് കന്യാകുമാരിയിലെ ബ്രാഹ്മണ ബാലന്മാര് 1001 മന്ത്രം ചൊല്ലി ഉണ്ടാക്കുന്ന ചന്ദനത്തിരിയാ. ഇതിപ്പോ കേരളത്തില് എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഈ മാസം വന്നപ്പോ അദ്ദേഹത്തിന് അവിടെ കാണാനില്ല, അതുകൊണ്ട് ചോദിച്ചതാ. 1001 മന്ത്രം ചൊല്ലിണ്ടാക്കിയ ചന്ദനത്തിരിയോ? അതെ, ഞാനിതൊരു കച്ചവടമായിട്ട് കൊണ്ടുനടക്കല്ല, ഇതൊരു പുണ്യപ്രവൃത്തിയായിട്ടേ കരുതിയിട്ടുള്ളൂ. ഈ പാവത്തിന് തരാൻ കുട്ടിയുടെ കയ്യിലൊരു പാക്കറ്റ് ഉണ്ടാവുമോ? 1-2 പാക്കറ്റ് ഉണ്ട് തന്നെ കൂട്ടിക്കോ. പക്ഷെ അമ്മ ഒരു കാര്യം അറിയണം, ഇത് അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ അമ്മ അവിടെ ഇരുന്നിട്ട് ആ ഭാഗവതം ചൊല്ലിയിരിക്കുന്ന കണ്ടപ്പോൾ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഭഗവാൻ ഇത് അമ്മേൻ്റെ കയ്യിലെത്തിക്കാനാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത് എന്ന്. ഭഗവാനെ, എത്ര മോളെ? അത് 250 രൂപ. അങ്ങനെയല്ല, കണ്ണടച്ച് പ്രാർത്ഥിച്ച് വാങ്ങിക്കും. അമ്മേനെ എല്ലാ മാസവും കാണാൻ എന്നെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. വരട്ടെ. എൻ്റെ രമ്യെ, രാവിലെ ഒരു കുട്ടി വന്നിരുന്നു ഞാൻ അതിൻ്റെ വായാരം മറത്തിൽ കേട്ടിട്ടേ അതിൻ്റെ അടുത്ത് 10,900 ഉറുപ്പിയുടെ സാധനമാണ്. ഇപ്പോൾ നോക്കി നോക്കാം, അത് ഒടുക്കത്തെ വിലയും മായം കലർന്നത് അത്രേ. അവിടെ വീട്ടിൽ ഇരിക്കാൻ ഓർത്തില്ല, കുട്ടികളെ ചീത്തിട്ട് ഇറങ്ങി പോന്നാക്കി ദേഷ്യം വന്നിട്ട് ഞാൻ കേൾക്കാൻ വയ്യാഞ്ഞിട്ട്. ഒരു മഞ്ഞ ചുരിദാറിട്ട കുട്ടിയാണ് വന്നത്. ആ കുട്ടി വന്നിട്ടേ പോരാട്ടാണെന്ന് പറഞ്ഞിട്ട് കുറേ പൊടികൾ ഇന്നെ പിടിപ്പിച്ചു. അത് കാരണം എന്താ, വീട്ടിലിപ്പോ പൊരിഞ്ഞ പോരാട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ചേച്ചി അങ്ങോട്ടെ ധൃതിയിൽ പോണ്. പറയേണ്ട കുട്ടിയെ ചന്ദനത്തിരി മേടിച്ചു, അത് ശ്വസിച്ചിട്ട് മൂക്കൊക്കെ ചൊറിഞ്ഞിട്ട് വയ്യ. ഡോക്ടറെ കാണിക്കാൻ പോവുക. എന്ത് ശാന്തേച്ചി ഈ വിളക്ക് വെക്കണ നേരത്തെ നിങ്ങളിവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കണത്? നിങ്ങൾക്ക് അവരേനും ഇവരേനും കുറ്റം പറയാതെ ആ ഹിന്ദി റിയാലിറ്റി ഷോ പോയൊന്ന് കണ്ടൂടെ? എന്ത് നല്ല നടിമാരായാലൊക്കെ ഉള്ളത്.